ഹായ് നാരായണ. പിന്നില്ലേ കുറേ ദിവസം മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ട് പോയതല്ലേ ഞാൻ. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടോ ഇല്ല. എനിക്ക് ഭയങ്കര പ്ലാൻ ചെയ്തു എപ്പോൾ ഷൂട്ടാക്കണം, എപ്പോൾ വീഡിയോ ഇടണമെന്നല്ല. പക്ഷേ എന്തെല്ലോ ചെറിയ ചെറിയ തിരക്കോ അങ്ങനെയെല്ലാം ആയിപ്പോയി. ഓൾറെഡി ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ഉണ്ടായിന്, ഒരു ഡേ മൈ ലൈഫ് പറയാം, ഒരു 1 ഡേയോ പ്ലസ് ഒരു ഹാഫ് ഡേ അങ്ങനെ ആയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ചു, വേഗം പോയിട്ട് ഫ്രഷായി. നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് രാവിലെ കുറച്ചധികം സമയം തന്നെ ഉറങ്ങും. അത് ഞാൻ പോയിട്ട് ബെഡിലൊന്ന് ക്ലീൻ ചെയ്തു, നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇഡ്ഡലിയും സാമ്പാറും ചായയും. എനിക്ക് രാവിലെ തന്നെ ചായ മസ്റ്റാണ്. നിങ്ങളിൽ അങ്ങനെയാ? ശേഷം ഞാൻ ഇന്ന് എന്തെല്ലാം ചെയ്യണം, ഇപ്പോൾ ഈ സമയം കൊണ്ട് ഇത് ചെയ്ത് തീർക്കണം, അങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കും. ഞാൻ അതെല്ലാം ഇങ്ങനെ എഴുതി വെക്കില്ല. ചില ദിവസം ഞാനത് കറക്റ്റായിട്ട് ചെയ്യും, ചിലത് 1-2 അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറിപ്പോവും. എന്നാലും ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ വേഗം പോയിട്ട് അടിച്ചു വരില്ല. നമ്മൾ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ തന്നെ ഫുൾ തന്നെ അങ്ങ് ക്ലീനായി പോകില്ലേ. ഡീപ്പായിട്ട് സോപ്പിൻ്റെ ഉള്ളു എല്ലാം അടിച്ചു വരില്ല. എന്നിട്ട് വേഗം വേണം തുടക്കാൻ. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അങ്ങനെയല്ല. അപ്പം ഞാൻ പിന്നെ തുടക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ എന്തെല്ലോ കളിക്കുന്നുണ്ട്, കാരണം എപ്പോൾ ചെയ്യുന്ന പോലെ അല്ല. എൻ്റെ ബാക്കിലൊരു ക്യാമറ ഉണ്ട്, അപ്പോൾ അതനുസരിച്ച് ചെയ്യണം. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളമെല്ലാം കുടിക്കുന്നുണ്ട്. എൻ്റെ മെയിൻ ടാസ്ക് പറയുന്നത് ആ 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അത് രാത്രി ആകുമ്പോഴത്തേക്കും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണതാണ്. പക്ഷേങ്കിൽ ചില ദിവസം നമുക്ക് നടക്കലില്ല അങ്ങനെ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അതിൽ കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി പോയി, ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന്. ചോറും സാമ്പാറും അങ്ങനെ ഉണ്ടല്ലോ. ഇതിടയ്ക്ക് എന്തെല്ലോ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് ഒരു വീഡിയോ ആക്കി, അത്രയേ ഉള്ളൂ. വേഗം അതിൻ്റെ ഇടയ്ക്ക് എന്തോ കഴിച്ചിന്, പിന്നെ ഇത് കഴിച്ചു. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകാനുണ്ടായിന്. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി. ഒരു ഈവനിങ് ടൈം അങ്ങനെയാണ് പോയത്. എന്നിട്ട് ഞാൻ കുറേ ഡ്രസ്സ് നോക്കി, നമുക്കൊന്നും ഇഷ്ടമാകുന്നില്ല അങ്ങോട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ഫസ്റ്റ് എന്താ കണ്ടത്, ആ ഡ്രസ്സ് തന്നെ എടുത്തിട്ട് വന്നു. ഡ്രസ്സ് എന്തത് അങ്ങനെ എടുത്ത്. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിനെല്ലാം നോക്കുന്നുണ്ടായി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഈ മെനു മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫുഡ് കഴിക്കുന്ന വീഡിയോ കൊണ്ടുവരുന്ന എല്ലാം എടുക്കണമെന്നുണ്ടായിന്. നല്ല വിശപ്പുണ്ടായിന്, അതുകൊണ്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ നീലബാനില്ലേ, അതിൽ ചീസ് ബോംബ് വാങ്ങി വീട്ടിലെത്തി, അതെല്ലാം തിന്നിട്ട് ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഷേപ്പാക്കാനുണ്ടായിന്. അതിലൊക്കെ അതിന് എനിക്ക് എന്തെല്ലോ ഫാൻസി വാങ്ങാനുണ്ടായി. ഞാൻ ഈ നെയിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഞാൻ ഇതെടുത്ത്. നല്ല രസമില്ല. പിന്നെ ഞാൻ നെയിൽ പോളിഷ്, മാല, വള, അങ്ങനെ എന്തെല്ലോ സംഭവം എനിക്ക് വേണ്ടാത്ത, എന്നാലും ഞാൻ ഇങ്ങനെ നോക്കും. പിന്നെ എൻ്റെ ഹെയർ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായി. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നേരെ ഞാൻ സ്കൂളിലേക്ക് പോയി. എൻ്റെ മാർക്ക് ലിസ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തെ എന്തെല്ലോ പകുതിയെല്ലാം എടുത്തിക്കാൻ വെച്ചതെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ സ്കൂള്. ഞാൻ ഇവിടെയാണ് 11th 12th പഠിച്ചത്. എനിക്ക് എനിക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇത്രയെല്ലാം വീഡിയോ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റാക്കി നിൽക്കലാം. പിന്നെന്താ, എനിക്ക് വിശന്നിക്കാനില്ല. അവിടുന്ന് ഫുഡ് ബർഗർ വാങ്ങി. പിന്നെ സ്കൂള് വിട്ട ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. വേഗം ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനൊരു ഡേ മൈ ലൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഓക്കെ, ബൈ.